അങ്ങനെ വലിയ സത്യം പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, MRZ തൊപ്പി ബൈസെക്ഷൽ ആണ്. തൊപ്പിക്ക് ആണുങ്ങളും പോകും പെണ്ണുങ്ങളും പോകും. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തൊപ്പിയുടെ മുൻ കാമുകിയായിട്ടുള്ള ഫസ്മിന സാക്കിറിൻ. അതെ, ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി, അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. പേഴ്സൺ അവളെ ഒഴിവാക്കി പോയി. പിന്നെ എന്താ റീസൺ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളും പാടി തൊപ്പി ബൈസെക്ഷൽ. തൊപ്പിക്ക് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെക്കനുമായി ഡിങ്കോൾഫിക്കേഷൻ ഉണ്ടായിരുന്നു പോലും. ഇത് അറിഞ്ഞതോടെയാണ് എത്ര ഫസ്മിനെ തൊപ്പിയെ ഒഴിവാക്കി പോകുന്നത്. മോനെ, തൊപ്പിന്റെ പിള്ളേർ ഇത് കേൾക്കണ്ട, എല്ലാരും കൂടെ അടിച്ചു കയറി വരും. ബോധം ഇവരില്ലാത്ത പീക്കിരി പിള്ളേരാണ്. വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ യഥാർത്ഥം. ഓക്കെ, അപ്പൊ ഫസ്മിനെ തന്നോട് നുണ പറഞ്ഞതാ. ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. തൊപ്പിയുമായി പിരിഞ്ഞതിന്റെ കാരണം വേറെ എന്തൊക്കെയോ ആണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെയാണ് ലല്ലു പറയുന്നത്. എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ, കേട്ട് കേട്ട് മടുത്തു. അതായത് തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് ഫസ്മിനെ ലല്ലുവിനോട് കള്ളം പറഞ്ഞതാണെന്ന് അർത്ഥം. എന്നാലും തൊപ്പിയുമായി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന് വേറെ എന്തൊക്കെ കാരണങ്ങൾ ഫസ്മിനക്ക് ലല്ലുവിനോട് പറയാമോ? ഇനി ശരിക്കും തൊപ്പി ബൈസെക്ഷൽ ആണോ? പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ. ഫസ്മിന ആണെങ്കിലും ലല്ലു ആണെങ്കിലും രണ്ടെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ ഈ വന്നിരുന്ന് പറയുന്നതൊക്കെ സത്യമാണോ നുണയാണോ എന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. പിന്നെ ഫസ്റ്റ് ഞങ്ങള് ഇന്റിമേറ്റ് ആവണേ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലോട്ട് എത്തിപ്പെടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രോക്ക് അറിയോന്ന് അറിയത്തില്ല, ബാങ് എന്നിട്ടൊരു മിഠായി ഉണ്ട്, ജോയിന്റിന്റെ മിഠായിയാണ്. അത് കലക്കിയിട്ട് എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളിട്ട് ഇന്റിമേറ്റ് ആണ്. ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ അല്ല, ഈ ബാഗ് കലക്കി തരുന്ന സമയത്തെ ഇതിങ്ങനെ ഒരു സാധനമാണ്, ഇത് ഫസ്റ്റ് ടൈം ഒന്നും അല്ലല്ലോ, അത് അത്രയ്ക്ക് അറിയാതിരിക്കാൻ ലല്ലു പൊട്ടനായിരുന്നു. ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. നല്ല ഫ്രഷ് കഥ. ഹിന്ദി സീരിയല് പോലും തോറ്റുപോകും. പലതരം വശീകരണ കഥകളും കേട്ടിട്ടുണ്ട്. ഈ കഞ്ചാവ് കൊടുത്ത് വശീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവതാരകൻ ചോദിച്ചത് തന്നെയാണ് എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. എന്താ മോനെ, നീ പൊട്ടനായി? എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ അവളുടെ ഒരു ബോഡി പാർട്ടിനോട് പോലും യാതൊരുവിധ അട്രാക്ഷനും തോന്നിയിട്ടില്ല എന്നും നീ പറഞ്ഞു. അങ്ങനെയുള്ള നിനക്ക് കുറച്ച് കഞ്ചാവ് അകത്തേക്ക് വന്നപ്പോഴേക്കും അട്രാക്ഷൻ വന്നത് എങ്ങനെയാണ്? കഞ്ചാവ് അടിച്ച് കിറിയെന്നൊക്കെ കേട്ടിക്കണ്, പക്ഷെ കഞ്ചാവ് അടിച്ച് സാമാനം കമ്പിയായിരുന്നു ആദ്യമായിട്ട് കേൾക്കാം. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ.